ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കാർത്തികയെ കുറിച്ച് ശാലിനി ശ്യാമക്ക് വിളിച്ചിട്ട് പറയാണ് കേട്ടോ. കാർത്തിക കാണും പോലെയല്ല, അവൾക്ക് പിറകിൽ എന്തൊക്കെ ചുറ്റിക്കളിയുണ്ട്, അവളെ ആരോ പറഞ്ഞു വിട്ടതുപോലെ എനിക്ക് തോന്നുന്നു. അമ്പലത്തിൽ വെച്ച് ഞാൻ അവളെ കണ്ടു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഇതെന്താ കുഞ്ഞേച്ചിക്ക് അങ്ങനെ പറയാൻ, അവൾ എന്തൊക്കെയോ എന്നോട് പറയാൻ ഒരുങ്ങിയതാണ്. പക്ഷേ അവൾ എന്നോട് പറയുന്നത് പെട്ടെന്ന് അങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അതുകൊണ്ട് അവളെ ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും എന്നുള്ള ആ വാക്കുകൾ അങ്ങ് പറയുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന ശ്യാമ, ശരി കുഞ്ഞേച്ചി, ഞാനിപ്പോൾ എന്താ വേണ്ടത്, നീ അവളെ ഒന്ന് പിന്തുടരണം, അവളുടെ പ്രവൃത്തികൾ എന്തെന്ന്, അവൾ ആരെ കാണുന്നു, അവൾ എന്ത് ചെയ്യുന്നു എന്നൊക്കെ നീ നോക്കണമെന്ന് പറയും കേട്ടോ. എന്നാൽ ശരി കുഞ്ഞേച്ചി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് വെക്കുകയാണ്. ഇതേ സമയം എവിടെ നിന്ന് പൂജാരി വരുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട്. ഇവരുടെ ശാന്തി മുഹൂർത്തം കുറിക്കാനുള്ള ആ തീരുമാനമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സമയം ശ്യാമ എന്ത് ചെയ്യും, ഇവരുടെ റൂമിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, വിഷ്ണുവിൻ്റെ റൂമിലോട്ട്. എന്നാൽ ഈ സമയം കാർത്തിക കുളിയൊക്കെ കഴിഞ്ഞ് പുറത്തോട്ട് വരികയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വിഷ്ണു ആകെ പകച്ചിരിക്കുന്നുണ്ട്. എന്താണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കാൻ പോകുന്നത്, ഇന്നിപ്പോൾ ഇവിടെ കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം പൂജാരി വരും, ഞാനും നിങ്ങളുമായിട്ടുള്ള ശാന്തി മുഹൂർത്തം കുറിക്കുന്നു, ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്ക് തന്നെ ഈ വീട്ടിൽ താമസിക്കുമ്പോൾ പേടിയാവുന്നു, ഒരു സംഘം പോലീസുകാരുടെ ഇടയിൽ ഒരു കള്ളൻ ഒളിഞ്ഞിരിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്, എപ്പോഴും എന്നെ പിടിക്കപ്പെടും, നിങ്ങളുടെ അമ്മയുടെ സ്വഭാവം വെച്ച് എനിക്ക് പേടിയാവുന്നു എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെ ശ്യാമ ഇങ്ങനെ അടുത്തെത്തി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ശ്യാമ കേൾക്കണം. അപ്പോഴാണ് വിഷ്ണു പറയുന്നത്, ഏടോ തൻ്റെ താലി എവിടെയിടോ, അത് എടുത്തിടടോ എന്നിങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ, അയ്യോ കുളി കഴിഞ്ഞപ്പോൾ ഞാനത് ഇടാൻ മറന്നു, ഇവിടെ അമ്മക്ക് അക്കാര്യത്തിലൊക്കെ ഭയങ്കര വിശ്വാസമാണ്, അമ്മ അക്കാര്യങ്ങളൊക്കെ വല്ലാതെ നോക്കും എന്ന് പറയുന്നത്. ഇങ്ങനെ ശ്യാമ അപ്പുറത്ത് നിന്നും ഡോറിൽ നിന്ന് കേൾക്കാൻ കേട്ടോ. അപ്പോൾ ഉടനെ തന്നെ ഇതാ താലി ഇരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ആ താലി ഇങ്ങനെ എടുത്തു നോക്കുകയാണ്. എന്നിട്ട് അവിടെ കാർത്തിക പറയാണ്, അതെ ഈ താലി എൻ്റെ ഹർഷനായിരുന്നില്ലേ എൻ്റെ കഴുത്തിൽ ശരിക്കും അണിയേണ്ടത് എന്ന് പറയുന്നതായിരിക്കും കേട്ടോ. അവിടെ ശ്യാമ കേൾക്കുക. അപ്പോൾ ശ്യാമ ആകെ ഞെട്ടി നിൽക്കുകയാണ്. അപ്പോഴാണ് വിഷ്ണു തിരിഞ്ഞു നോക്കുമ്പോൾ വിഷ്ണു ശ്യാമയെ കാണുന്ന ഉടൻ തന്നെ എന്താണ് ഇപ്പോൾ അവിടെ സംഭവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ട് ശ്യാമ, എന്താ നീ പറഞ്ഞത്, ഹർഷനോ, ഏതാ ഈ ഹർഷൻ എന്നിങ്ങനെ ചോദിക്കുന്നു. അപ്പോൾ ഉടൻ തന്നെ അവിടെ വിഷ്ണു, അതെ ഇവളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ പറഞ്ഞതാണ് ഇവളെന്നോട്, ഇവളുടെ ഈ താലിയുണ്ടല്ലോ അത് ഹർഷൻ എന്നൊക്കെ പറഞ്ഞത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് വിഷ്ണു ഇങ്ങനെ അവിടെ ഉരുണ്ട് കളിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതേ സമയം കാർത്തികയാണെങ്കിലോ ഈശ്വര പെട്ടല്ലോ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോഴാണ് സത്യഭാമയുടെ വിളി വരുന്നത് കേട്ടോ. മോനെ വിഷ്ണു എന്ന് പറഞ്ഞിട്ടുള്ള ആ വിളി വരുന്നത്. അതോടുകൂടിയിട്ട് വിഷ്ണു, ആ അമ്മ ഇത് വരുന്നു എന്ന് പറഞ്ഞിട്ട് വിഷ്ണു താഴോട്ട് പോവാണ് കേട്ടോ. ഈ സമയം കാർത്തികയെ ഇങ്ങനെ ശ്യാമ തുറിച്ച് നോക്കുമ്പോൾ ശ്യാമ ഇങ്ങനെ ആ നോട്ടത്തിൽ കാർത്തികൻ ഇങ്ങനെ നിന്ന് പരുങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം ശ്യാമ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് ശ്യാമ എന്തൊക്കെയോ ഒരു പന്തികേട് തോന്നുന്നുണ്ടല്ലോ, ഹർഷൻ്റെ താലി എന്നവർ പറയുന്നത് എനിക്കങ്ങോട്ട് ഉൾക്കൊള്ളാനും കഴിയുന്നില്ല, അതും ഇതുമായി ഒരു ബന്ധവും തോന്നുന്നില്ലല്ലോ, സത്യത്തിൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നറിയാതെ ഇങ്ങനെ ആകെ ഒരു പരിങ്ങലോട് കൂടിയിട്ടും ശ്യാമ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് സത്യഭാമ കാർത്തികയും കൂടി വരാൻ പറയുന്നത് കേട്ടോ. അങ്ങനെ കാർത്തികയും കൂടി താഴോട്ട് വരികയാണ്. പൂജാരി അവിടെ താഴെ വന്നിട്ട് നിന്നിട്ടുണ്ടാവും. അങ്ങനെ പൂജാരി ഇവരുടെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ വേണ്ടി ഇവരുടെ ജാതകമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയം വിഷ്ണു ആണെങ്കിലോ ഒരു താൽക്കാലിക ജാതകം അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടാവും, കാരണം കാർത്തികയുടെ ജാതകമില്ലല്ലോ. അങ്ങനെ ഈ സമയം വിഷ്ണു ഇങ്ങനെ പരിങ്ങുന്നുണ്ട്. എന്നാൽ കാർത്തികയാണെങ്കിലോ വിഷ്ണുവിനെ ഇങ്ങനെ നോക്കുന്നുണ്ട്. ഈശ്വര, ഇനി എനിക്കൊരു ശാന്തി മുഹൂർത്തം കുറിച്ച് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന ഭാവത്തിൽ ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ പൂജാരിയാണെങ്കിലോ ഈ ഒരു ജാതകത്തിലോട്ട് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് നോക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ അത് കാണുന്ന സത്യഭാമ ചോദിക്കും, എന്താ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് പിന്നെ സത്യഭാമ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം വിഷ്ണുവിനെ ഇങ്ങനെ അയാൾ നോക്കുകയാണ്. അതോടുകൂടി വിഷ്ണു ഇങ്ങനെ കണ്ണുരുട്ടി കാണിക്കണം, നടക്കാൻ പാടില്ല എന്നിങ്ങനെ വിഷ്ണു കാണിക്കുന്നുണ്ട് കേട്ടോ. അതും ശ്യാമയുടെ കണ്ണിൽ പെടുകയാണ് കേട്ടോ. ഇതേ സമയം അയാൾ പറയും, സത്യഭാമേ ഒരു പ്രശ്നമുണ്ടല്ലോ, എന്താ എന്ന് ചോദിക്കുമ്പോൾ, അതെ
ഇയാളുടെ രണ്ടാമത്തെ വിവാഹമാണെന്ന് തോന്നുന്നു. അത് കേട്ടോടെ തന്നെ അതെ, അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ ഇപ്പോഴൊന്നും ഒരു ശാന്തി മുഹൂർത്തം നടക്കുന്നില്ല, ഇവർക്ക് നടക്കുന്നതായിട്ട് ഈ ജാതകത്തിൽ കാണുന്നില്ല, ദോഷങ്ങൾ വരുമെന്നൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. അതുകൊണ്ട് സത്യാമ്മയെ ഒന്നും കൂടിയൊക്കെ സാവകാശം മതി എന്നിങ്ങനെ പറയണം കേട്ടോ. ഇത് കേൾക്കുന്ന വിഷ്ണു അയാളുടെ മുഖത്തോട്ട് നോക്കി ചിരിക്കുകയാണ്. എന്നാൽ ഈ സമയം കാർത്തികയും വിഷ്ണുവും കൂടിയിട്ട് ഇപ്പോഴെന്തായി, ഇനി പേടിക്കാനില്ല എന്നുള്ള ആ കണ്ണുകൊണ്ടുള്ള ആ ആംഗ്യം കാണിക്കുന്നതിനോടുകൂടി കാർത്തിക നെടുവേർപ്പിടാൻ കേട്ടോ. അതും ക്ഷമയുടെ കണ്ണിൽ പെടാണ്. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു ഇതുണ്ടല്ലോ, താൻ പേടിക്കണ്ടോ, എല്ലാത്തിനും തനിക്ക് തുണ ഞാനുണ്ടാവും എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷമക്ക് മനസ്സിലായി എന്തോ ഒരു ചുറ്റിക്കളി കുഞ്ഞേച്ചി പറഞ്ഞതുപോലെ നടക്കുന്നുണ്ട് എന്തെങ്കിലും ക്ഷമക്ക് മനസ്സിലാവാണ്. അപ്പോൾ സത്യാമ്മ പറയാണ്, പൂജാരി ഒന്നും കൂടി നോക്ക്, ഇവർക്കിടയിൽ പിന്നെ എപ്പോഴെങ്കിലും ശാന്തി മുഹൂർത്തം കാണിക്കുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നോക്കി എന്നിങ്ങനെ പൂജാരിയോട് പറയുമ്പോൾ പൂജാരി പറയണ ഇല്ല, ആദ്യ ഒരു വിവാഹം കഴിച്ച വിഷ്ണുവിന് രണ്ടാം വിവാഹത്തിൻ്റെ ആ ഒരു പ്രശ്നങ്ങൾ ഇതിൽ കാണിക്കുന്നുണ്ട്. എന്തായാലും സത്യാമ്മ നമുക്ക് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നോക്കാം, ഇപ്പോഴൊന്നും കാണുന്നില്ല എന്ന് പറയുന്നിട്ടാ. ഇതേ സമയം രാഘവന് നല്ല കലിപ്പിലാണ്. രാഘവനും പൊന്നിയും പിള്ളയൊക്കെ കലിപ്പിലാണ്. അപ്പോൾ രാഘവൻ ഇങ്ങനെ എത്ര കൂട്ടിച്ചേർക്കാൻ ശ്രമിച്ചാലും ദൈവം എന്നൊരാളുണ്ട്, ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ആ ഒരാൾ, നീ സത്യഭാമയെ തെറ്റുകൾ ചെയ്തേക്കാം, പക്ഷേ ദൈവം എന്നൊരാൾ ഇവരെ കൂട്ടിച്ചേർക്കില്ല എന്ന് പറയാനായിട്ട് ഒരു പെണ്ണിൻ്റെ കണ്ണുനീരാണ് വീണിരിക്കുന്നത്. ഈ വീടിൻ്റെ മഹാലക്ഷ്മിയാണ് അവളെയാണ് ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടത്. പിന്നെ ഇവർക്കൊരു ശാന്തി മുഹൂർത്തം നടക്കുമോ എന്നൊക്കെ പറയുമ്പോൾ രാഘവേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടാ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. എന്നാൽ ഈ സമയം പൂജാരി പറയണ ഞാൻ ഇറങ്ങട്ടെ എന്ന് പറഞ്ഞ് അയാൾ അങ്ങ് ഇറങ്ങാൻ കേട്ടോ. ഇതേ സമയം വിഷ്ണു ആണെങ്കിലോ അയാൾക്ക് പിറകിൽ ഓടുന്നത് ക്ഷാമ കാണാനും. അങ്ങനെ സത്യഭാമയോട് വീണ്ടും ഇങ്ങനെ പറയാൻ, ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കണ്ട എന്ന് കരുതിയാണ് നീ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഞാൻ നിനക്ക് നല്ല തല്ല് തരാത്തത്. കാരണം അത് തരാൻ കഴിയുമെങ്കിൽ തരായിരുന്നു. അതിനെങ്ങനെ വിവരവും ബുദ്ധിയുമുള്ളവരോടല്ലേ എന്തെങ്കിലും സംസാരിച്ചിട്ട് കാര്യമുള്ളൂ. നിന്നോട് എന്ത് സംസാരിച്ചിട്ടും കാര്യമില്ല, നിനക്ക് നിൻ്റെ വാശി നടക്കണം, അത്രയേ ഉള്ളൂ എന്ന് പറയുമ്പോൾ, ഞാനാണോ രാഘവേട്ട ആ കുട്ടിയെ ഇങ്ങോട്ടേക്ക് കൈപിടിച്ചു കൊടുത്തത്? ഞാനാണോ വിഷ്ണുവിന് ആ ബന്ധം ഉണ്ടാക്കി കൊടുത്ത്? പിന്നെ എന്താ അതിന് നിൻ്റെ തോളിൽ തൂങ്ങി നടന്നിരുന്ന നിൻ്റെ മകൻ നിന്നെപ്പോലെ ആയി, അല്ല അതെന്ത് പറയാൻ എന്നിങ്ങനെ പറയുന്നു കേട്ടോ. അങ്ങനെ പിന്നീട് ശ്യാമ ഇവർ എന്താണ് ചെയ്യുന്നതെന്നറിയാൻ വേണ്ടി വിഷ്ണുവിൻ്റെ പിറകെ പോവാണ്. അപ്പോൾ വിഷ്ണു ആണെങ്കിലോ അവിടെ നിൽക്കുകയെന്ന് പറഞ്ഞ് പൂജാരിയെ വിളിക്കുകയാണ്. അപ്പോൾ പൂജാരി എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ വിഷ്ണു പറയുന്നത്, താൻ ചെയ്ത ഒരു ചെറിയ ഉപകാരമല്ല, എനിക്ക് വലിയൊരു ഉപകാരം തന്നെയാണ്, അതിന് താങ്കൾക്കിതാ പ്രതിഫലം എന്ന് പറഞ്ഞിട്ട് വിഷ്ണുവിൻ്റെ കയ്യിലിരിക്കുന്ന ആ നോട്ട് കെട്ട് ആ പൂജാരിക്ക് എടുത്തു കൊടുക്കുന്നത് ശരിക്കും കണ്ണുകൾ കൊണ്ട് ശ്യാമ കാണാൻ. എന്തിനായിരിക്കും ആ പൂജാരിക്ക് വിഷ്ണുവേട്ടൻ പണം കൊടുത്തത്? അപ്പോൾ ഇവരുടെ ശാന്തി മുഹൂർത്തം നടത്തുന്നത് വിഷ്ണുവേട്ടന് ഇഷ്ടമില്ലേ? എവിടേക്ക് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് തോന്നുന്നു. എന്താണ് ഇവർക്കിടയിൽ സത്യത്തിൽ ഇവരെ ഒളിപ്പിച്ച് നടക്കുന്നത്? അതറിയാതിരിക്കാൻ പറ്റില്ല, എനിക്കത് അറിയണം എന്നിങ്ങനെ ശ്യാമ ചിന്തിക്കുന്നു കേട്ടോ. അങ്ങനെ ഈ സമയം ശ്യാമ പെട്ടെന്ന് ഫോൺ എടുക്കുകയാണ്. എന്നിട്ട് ശാലിക്ക് വിളിക്കുകയാണ്. അപ്പോൾ എന്താടി മോളെ എന്ന് ചോദിക്കുമ്പോൾ, അതെ കുഞ്ഞേച്ചി, വിഷ്ണുവേട്ടനും ഈ പറയുന്ന കാർത്തികേക്കും സത്യാമ്മ ഇന്നിവിടെ ശാന്തി മുഹൂർത്തം കുറിക്കാൻ നോക്കി. പക്ഷേ അയാൾ വന്നപ്പോൾ വിഷ്ണുവേട്ടൻ അയാളെ കണ്ണുരുട്ടി കാണിക്കുന്നതും അതുപോലെ തന്നെ അയാൾ ശാന്തി മുഹൂർത്തം നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വിഷ്ണുവേട്ടൻ അയാൾക്ക് കുറേ പണം കൊടുക്കുന്നതും കണ്ടു. എന്തായിരിക്കും ഇതിനിടക്ക് നടക്കുന്നത് എന്നിങ്ങനെ ഷാനിയോട് പറയണം കേട്ടോ. അപ്പോൾ ഷാനിക്കിടയിൽ ഒരു സംശയം വരികയാണ്, എന്നിൽ നിന്ന് എന്തോ വിഷ്ണുവേട്ടൻ മറച്ചു വെക്കുന്നുണ്ട്, ആ സത്യം കണ്ടെത്തണം എന്നുള്ള ആ ഒരു ഇത് ഷാനിക്കിടയിൽ വരികയാണ് കേട്ടോ.